ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ 40ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു 3 കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ തലേദിവസം ഒരു കേക്ക് ഉണ്ടാക്കി, പിന്നെ ഒരു മിനി വാഷ് എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു കേക്ക്. ഈ കേക്കിൻ്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ മൈദ ആഡ് ചെയ്തിട്ടില്ല, ഓട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോ ഷുഗർ, നോ ഓയിൽ. അങ്ങനെയാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. ബനാന ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം നല്ല ഹെൽത്തി വേർഷനാണ്. പിന്നെ ബ്ലൂബെറീസ് ഇട്ടിട്ടുണ്ട്, ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഒരു കേക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് കുറച്ച് നമ്മുടെ M&M ചോക്ലേറ്റ്സും ഗാലക്സിയുടെ 2-3 സ്റ്റിക്കും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങളതൊരു ബർത്ത്ഡേ കേക്കാക്കി മാറ്റി. നല്ല സൂപ്പർ ഒരു കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നോർമൽ കേക്കിനെക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഏട്ടൻ്റെ 40ാമത്തെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ തുടങ്ങി വെക്കുകയാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ വഴി അറിയിക്കാം. അപ്പോൾ ഞങ്ങൾ ഇനി രണ്ടാമത്തെ കേക്ക് വാങ്ങിക്കാൻ, മൂന്നാമത്തെയും കേക്ക് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അൽമനാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനിപ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു നരേന്ദ്രപ്രസാദിൻ്റെ ഒരു നാടകത്തിൽ നമ്മുടെ BKSൽ അഭിനയിക്കുന്നുണ്ട്. ചെറിയൊരു പോർഷൻ മാത്രം അഭിനയിക്കുന്നത് വെച്ചാൽ ചെറിയൊരു ഡാൻസിൻ്റെ പോർഷനാണ്. അപ്പോൾ അവിടത്തേക്ക് നമ്മളൊരു കേക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അൽമനാറിൽ കയറി. ഞങ്ങൾ റോസ് കേക്കും അതുപോലെ തന്നെ ഒരു വാനില വിക്ടോറിയ കേക്കുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. കേക്കൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി, ഗുരുദേവൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടിയിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മളെ ബഹ്റിൻ കേരള സമാജത്തിലാണ് നമ്മുടെ ഈ പരിപാടി ഇപ്പം നടക്കുന്നത്. റിഹേഴ്സൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ചെറിയൊരു കേക്ക് അപ്പം അറേഞ്ച് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റിയില്ല, എടുക്കാനും പറ്റിയില്ല. അവിടെ നല്ല അടിപൊളിയായിട്ട് റിഹേഴ്സൽ നടക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ അവിടെ വാങ്ങിച്ച റോസ് കേക്കാണ്. അതെ, പിന്നെ നമ്മുടെ മാധവിന്റെ അച്ഛന്റെ 47ാമത്തെ പോയി 37ാമത്തെ ബർത്ത്ഡേ ആണല്ലോ. 40ാമത്തെ. ഏട്ടൻ്റെ ഏജിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സാർ പിന്നെ ലാസ്റ്റ് അതങ്ങ് തിരുത്തി. 47ആയി, 37ആയി, 40ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ചു. ഇവരെല്ലാവരും അതിനകത്ത് നാടകത്തിലുള്ള ആൾക്കാരാട്ടോ, അഭിനയിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ചു, ഹാപ്പിയായി. അങ്ങനെ ബഹ്റിൻ സമാജത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ സംസാരിച്ചു, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിലോട്ട് പോവുകയാണ്. ലെറ്റ്സ് ഗോ പാർട്ടി ടു നൈറ്റ് എന്ന് പറയുന്ന പോലെ അടുത്ത ബർത്ത്ഡേ സെലിബ്രേഷൻ ലൊക്കേഷനാണിത്. നമ്മുടെ അതില്യയിലുള്ള ഓൾഡ് ബീംസ്. ഇത് എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസാണ്. ബിക്കോസ് എനിക്ക് ഈ ആൻറ്റിക് കളക്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത് നമ്മുടെ എൻട്രൻസ് ആണിത്. അപ്പോൾ ഇവിടെ 3 ഫ്രെയിംസ്, പണ്ടത്തെ ഇംഗ്ലീഷുകാർ, മൈക്കിൾ ജാക്സൺ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ കുഞ്ഞിലത്തെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വൈബുള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ നമുക്ക് പുതിയ അറിവുകളുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഞങ്ങളിടയ്ക്ക് ഒരു മാസത്തിലൊരിക്കലെങ്കിലും പോകാറുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ബാറും ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഇൻക്ലൂഡിങ് ആണ്. അപ്പം ഫാമിലീസും വരാറുണ്ട്, അല്ലാതെ ബാച്ചിലേഴ്സ് വരാറുണ്ട്, ഫ്രണ്ട്സ് പാർട്ടീസ്, ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആൾക്കാർ വരാറുണ്ട്. നമുക്ക് ഇഷ്ടമാണ്, നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് 2-3 പേരൊക്കെ ഇവിടുത്തെ സ്റ്റാഫ്സിനെ അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. ഞങ്ങളുടെ ഈ ഒരു ഏരിയയാണ് ഞങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തു ഞങ്ങൾ ഈ ഒരു സ്പേസ് ഫുള്ള്. അതുകൊണ്ടാണ് അവർ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊളീഗായിട്ടുള്ള വിനോദിൻ്റെ മോള് കൊടുത്ത ഗിഫ്റ്റാണ്. അങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ 2-3 ഫാമിലി, ഒരു 4 ഫാമിലിയാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം വിനോദ് എത്തി. അപ്പം ഞങ്ങളും ആ ഒരു ടൈമിലാണ് എത്തിയിരുന്നത്. അപ്പം ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ അടുത്ത പാർട്ടി എത്തിയിട്ടുണ്ട്, അരുൺ ആൻഡ് ഫാമിലി. അതിൻ്റെ കൂടെ തന്നെ
നമ്മൾ ഈ പറയുന്ന പോലെ അജയൻ ആൻഡ് ഫാമിലി നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരിക്കും. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീട്ടിൽ അതുപോലെ ഒരു ഗെറ്റ് ടുഗദർ സ്റ്റാർട്ട് ചെയ്തതും കൂടിയതും ഒക്കെ. അപ്പം ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുവാണ്. ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കാണേണ്ട ഒരു ഗിഫ്റ്റാണ്. ആ ചമ്മയാണ് ചെറിയ റേഡിയൊക്കെ കിട്ടിക്കാണ്. എന്തോ ഒരു പണിവാങ്ങിയ കേസാണ്, നോക്കിക്കോളൂ. അടുത്ത് പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ആ ഏരിയ കട്ട് ചെയ്യാൻ പാടില്ല. അതിന് വോയിസും അതുപോലെ തന്നെ കൊടുത്തേക്കണം. അതുകൊണ്ട് ഞാൻ വോയിസ് വ്യക്തിയാണ് കൊടുത്തിരുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും. അവിടെ ചെല്ല്, നീ തിരിച്ചു കൊടുക്ക, കെട്ടിന് കൊടുക്കടുത്ത അതൊക്കെ മൂക്കിനൊക്കെ തേക്കങ്ങ. മതി മതി മതി, കണ്ടാ മതി കാണാൻ മതി. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പതുക്കെയാണ് ഇറങ്ങിയത് കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം. ഇനി അടുത്ത പ്ലാനിങ് എന്താണെന്നുള്ള പരിപാടിയിലൊക്കെയാണ്, ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.